ഞാൻ രേഖ. എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മീൻകറിയാണ്. അതിലേക്കായി ഞാൻ കുടംപുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 കുടംപുളി. ഇത് നല്ല പുളിയുള്ള കുടംപുളിയാണ്. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പുളി അനുസരിച്ച് ഉപയോഗിക്കുക. അത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളവും മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പും, ഞാൻ കല്ലുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതും ഇട്ട് വെച്ചിട്ടുണ്ട്. മുളക് പൊടി 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്തു. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് ഇളക്കി വയ്ക്കുന്നു. ഇനി ചട്ടിക്കലം അടുപ്പത്ത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ ഉലുവയും ഇട്ട്, ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും അരിഞ്ഞതും ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ, ഒരു മണം വരുന്നിടം വരെ ഇളക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കുക. ഇനി 1 സവാള, ചെറുതാണെങ്കിൽ 1 സവാള, വലുതാണെങ്കിൽ 1/2 സവാള മതി. അതെടുത്ത് നന്നായിട്ട് വഴറ്റുക. ബ്രൗൺ നിറമാണ്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. വഴണ്ട് കഴിയുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയൊക്കെ ചേർത്ത് അതും പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. ഇനി അതിലേക്ക് 1 തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. അതും ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി, അങ്ങ് വഴലണ്ട. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളത്തോടുകൂടി അതിലേക്ക് ഒഴിക്കുന്നു. ഞാൻ പിന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കിലോ മീനാണ്. ഞാൻ ഓലക്കൊടി എന്ന് പറഞ്ഞ മീനാണ് ഉപയോഗിച്ചത്. ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. കഷ്ണമുള്ള മീൻ, അതായത് മാംസമുള്ള മീൻ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ച് വേവിക്കുന്നു. കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്വിച്ച് ഓഫ് ആക്കി ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തു. ആവശ്യമുള്ളവർക്ക് എണ്ണ വീണ്ടും ചേർക്കണമെന്ന് ചേർക്കാൻ, ഞാൻ ചേർക്കുന്നില്ല. താങ്ക് യു.